നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് വൻ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. 1 പവൻ സ്വർണവും 1 ലക്ഷം രൂപ പാരിതോഷികവുമാണ് സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരോപണം ഗുരുതരമാണെങ്കിലും അതിന് തെളിവെവിടെ എന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് CPM ആരോപണം. പ്രതിഷേധം കൊലപാതക ശ്രമമായിരുന്നെന്നും നേതാക്കൾ ആരോപിക്കുന്നു. മന്ത്രിയുടെ കഴുത്തിന്റെ വലതുഭാഗത്ത് പരിക്കുണ്ടായതായും കഴുത്തനക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതായും CPM നേതാവ് MV ജയരാജൻ പ്രതികരിച്ചിരുന്നു. മന്ത്രിയുടെ വലതുഭാഗത്തേക്ക് കറുത്ത തുണിയുമായി ഒരാൾ വരുന്നതായി ദൃശ്യങ്ങളിൽ കാണാമെന്നും അതുവഴി ആക്രമിക്കാൻ ശ്രമിച്ചതാണെന്നുമാണ് ആരോപണം. എന്നാൽ മറുവശത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചടിക്കുകയാണ്. മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന വ്യക്തമായ CCTV ദൃശ്യം പുറത്തു വന്നിട്ടില്ലെന്നാണ് അവരുടെ വാദം. കണ്ണൂർ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചെങ്കിലും അത്തരം ദൃശ്യങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ വെല്ലുവിളി ശക്തമായിരിക്കുകയാണ്. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നവർക്ക് 1 പവൻ സ്വർണം നൽകാമെന്ന് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചപ്പോൾ 1 ലക്ഷം രൂപ പാരിതോഷികം നൽകാമെന്നാണ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കറുത്ത തുണി എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ ഗൺമാന്റെ യൂണിഫോം ആണെന്നും പ്രതിഷേധത്തിനിടെ മന്ത്രിയെ സംരക്ഷിക്കാൻ ഗൺമാൻ വലതുഭാഗത്തേക്ക് മാറിയതാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം. ഒരു വശത്ത് കൊലപാതക ശ്രമം എന്ന ഗുരുതര ആരോപണം ഉയരുമ്പോൾ മറുവശത്ത് തെളിവ് ഹാജരാക്കാനുള്ള വെല്ലുവിളികൾ ഉയരുകയാണ്. കേരള രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തേർഡ് ഐ ന്യൂസ്.